എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ നമ്മുടെ സത്സംഗം ആരംഭിക്കുകയാണ്. എല്ലാ ദിവസത്തെയും പോലെ ഈ ഒരു കർമ്മത്തെ ആ സർവേശ്വരൻ്റെ പാദങ്ങളിൽ അർപ്പിച്ചുകൊണ്ട് നമുക്ക് ആരംഭിക്കാം. ഭാഗവതം പറയാനും കേൾക്കാനുമുള്ള അനുഗ്രഹവും അനുവാദവും നൽകണേ സർവേശ്വര. ദിവ്യജനനി ശ്രീമദ് മഹാഭാഗവതം ചതുർത്ഥസ്കന്ധം അധ്യായം 12. ധ്രുവ മഹാരാജാവ് ഭഗവാനിലേക്ക് മടങ്ങിപ്പോകുന്നതാണ് നമ്മൾ ഈ അധ്യായത്തിൽ കാണുന്നത്. അദ്ദേഹത്തിൻ്റെ മുത്തശ്ശനായ സ്വയംഭുവമനു അദ്ദേഹത്തിന് ഉപദേശിച്ചു കൊടുത്തപ്പോൾ ഈ ഒരു ലൗകിക ജീവിതത്തിലെ മായയിൽപ്പെട്ടിട്ട് എനിക്ക് എന്നൊക്കെയുള്ള ആ ബന്ധങ്ങളും സ്നേഹങ്ങളും ആ കെട്ടുപാടുകളും വന്നപ്പോൾ അതിൽ നിന്നും ഉണ്ടായിട്ടുള്ള കാമം, ക്രോധം, ലോഭം തുടങ്ങിയ മതമാത്സര്യം തുടങ്ങിയ ചിന്തകൾ കൊണ്ട് ഉഴലുന്ന ധ്രുവൻ്റെ മനസ്സിനെ ഭഗവാൻ തന്നെ സ്വയംഭൂമനുവിൻ്റെ ഉള്ളിൽ തോന്നിച്ചിട്ട് അദ്ദേഹം വന്ന് ധ്രുവനെ ഉപദേശിച്ചു കൊടുത്ത് വീണ്ടും ആ ധ്രുവൻ്റെ ഉള്ളിൽ ഇതിനെയെല്ലാം കളഞ്ഞ് മനസ്സ് ഭഗവാനിലേക്ക് ചേർത്ത് വയ്ക്കാൻ മുത്തശ്ശന് സാധിച്ചു. മുത്തശ്ശൻ്റെ ഉപദേശം കൊണ്ട് സാധിച്ചു എന്ന് നമുക്ക് പറയാം. അങ്ങനെ ആ ഉപദേശം കൊടുത്തതിന് ശേഷം സ്വയംഭൂമനു തിരിച്ചുപോയി. ധ്രുവൻ അതിനുശേഷം മറ്റെല്ലാ ഭൗതികമായ വിഷയാസക്തികളെയും, അതായത് ചുറ്റും കാണുന്നതിനോടുള്ള ആ ഒരു മമത, അതിനെ കളഞ്ഞിട്ട് മനസ്സ് ഭഗവാനിലേക്ക് ചേർത്ത് വെച്ച് ഭഗവാനിലേക്കുള്ള മടക്കയാത്ര, എവിടെ നിന്നാണോ വന്നത് അവിടേക്ക് തന്നെയുള്ള യാത്ര, തിരിച്ചുപോക്ക് നടക്കുകയാണ് ഇവിടെ ഇനി ധ്രുവന് സംഭവിക്കാൻ പോകുന്നത്. അതാണ് നമ്മൾ ഈ 12-ാമത്തെ അധ്യായത്തിൽ കാണുന്നത്. മൈത്രേയ മഹർഷി വിദുരർക്ക് ഇതെല്ലാം പറഞ്ഞു കൊടുക്കുകയാണ്. ആദ്യം മൈത്രേയോ വാച. ധ്രുവം നിവൃത്തം പ്രതിബുദ്ധ്യ വൈശസാദ് അഭേദമന്യും ഭഗവാന്തനേശ്വരഃ തത്രാഗത ചാരണ യക്ഷ കിന്നരൈഃ സംസ്തൂയമാനഃ അഭ്യവദത് കൃതാഞ്ജലിം. ധ്രുവ മഹാരാജാവ് നിവൃത്തം എന്നാൽ പിന്മാറി എന്ന്, പ്രതിബുദ്ധ്യ മനസ്സിലാക്കിയിട്ട് അറിഞ്ഞിട്ട്, വൈശ്യസാദ് എന്ന് വെച്ചാൽ ആ യുദ്ധത്തിൽ നിന്നും അഭേദമന്യും, അഭേദം ശമിക്ക, കുറഞ്ഞു വരിക, മന്യും കോപം, അപ്പോൾ കോപമൊക്കെ ശമിച്ചിട്ട് ധ്രുവ മഹാരാജാവ് ആ യുദ്ധത്തിൽ നിന്ന് പിന്മാറി എന്നറിഞ്ഞിട്ട് ഭഗവാൻ ധനേശ്വര, ധനത്തിൻ്റെ ഈശ്വരനായിട്ടുള്ള ഭഗവാൻ കുബേരൻ തത്രാഗത, അവിടെ എത്തിച്ചേർന്നു, ധ്രുവൻ്റെ മുന്നിലേക്ക് എത്തി. ധ്രുവൻ്റെ അടുത്തേക്ക് എത്തി. ഒറ്റയ്ക്കല്ല, ചാരണ യക്ഷ കിന്നരൈഹി, ചാരണന്മാർ, യക്ഷന്മാർ, കിന്നരന്മാർ, സംസ്തൂയമാനഹ, അവരാൽ സ്തുതിക്കപ്പെട്ടിട്ട് ധ്രുവൻ നിൽക്കുന്നിടത്തേക്ക് യക്ഷന്മാരുടെ രാജാവായ കുബേരൻ എത്തിച്ചേരുകയാണ്. അങ്ങനെ എത്തിയപ്പോൾ കൃതാഞ്ജലിയും, തൻ്റെ മുന്നിൽ തൊഴുകൈകളോടുകൂടി നിൽക്കുന്ന ധ്രുവനോട് അഭ്യവദത്, രാജാവ്, യക്ഷന്മാരുടെ രാജാവായിട്ടുള്ള കുബേരൻ ഇപ്രകാരം പറഞ്ഞു എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പം മുത്തശ്ശൻ്റെ ഉപദേശം കേട്ടപ്പോൾ മനസ്സിലെ കോപമൊക്കെ ശമിച്ചിട്ട് ഈ യുദ്ധത്തിൽ നിന്ന് ധ്രുവൻ പിന്മാറി എന്നറിഞ്ഞപ്പോൾ ഭഗവാൻ കുബേരൻ ചാരണന്മാർ, യക്ഷന്മാർ, കിന്നരന്മാർ ഇവരാൽ സ്തുതിക്കപ്പെട്ട് ധ്രുവൻ നിൽക്കുന്ന ആ യുദ്ധഭൂമിയിലേക്ക് എത്തിച്ചേർന്ന് അപ്പോൾ കുബേരൻ എത്തിച്ചേർന്നപ്പോൾ അദ്ദേഹത്തിനെ തൊഴുകൈകളോടുകൂടി നമസ്കരിച്ചു നിൽക്കുന്ന ധ്രുവനോട് കുബേരൻ ഇപ്രകാരം പറഞ്ഞു. അദ്ദേഹം എന്താണ് പറഞ്ഞത് എന്ന് നോക്കാം. ശ്ലോകം 2. ധനദ ഉവാച. കുബേരൻ, ആ ധനത്തിൻ്റെ ഈശ്വരൻ ഇപ്രകാരം പറഞ്ഞു. ഭോ ക്ഷത്രിയദായാദ പരിതുഷ്ടഃ അസ്മി തേ അനഘ യഹ ത്വം പിതാമഹ ആദേശാദ് വൈരം ദുസ്ത്യജം അത്യജഃ. ഭോ
അയ്യോ, അതായത് ഹോ ഹോ എന്ന് പറയില്ലേ നമ്മൾ, അല്ലയോ ക്ഷത്രിയദായാത, അതായത് ഒരു ക്ഷത്രിയൻ്റെ പുത്രനായിട്ടുള്ള ധ്രുവ മഹാരാജാവേ, പരിതുഷ്ട അസ്മി തേ അനഘ. അനഘ എന്ന് വെച്ചാൽ പാപങ്ങളിൽ നിന്നൊക്കെ മുക്തമായ, അതായത് സർവ്വപാപങ്ങളിൽ നിന്നും മുക്തമാവുക എന്ന് വെച്ചാൽ ആ സമയം വരുമ്പോഴാണ് മനോമാലിന്യങ്ങൾ അകന്ന് മനസ്സ് ഭഗവാനിലേക്ക് ലയിക്കുകയുള്ളൂ. അപ്പോൾ ആ പാപങ്ങളിൽ നിന്ന് മായവനാണ് ഇപ്പോൾ ധ്രുവൻ. അതുകൊണ്ടാണ് മനോമാലിന്യങ്ങളൊക്കെ പോയിട്ട് മനസ്സ് ഭഗവാനിലേക്ക് വന്നത്. അതുകൊണ്ട് അനഘ, ആ പാപങ്ങളിൽ നിന്ന് മുക്തനായ ക്ഷത്രിയപുത്രനായ അല്ലയോ ധ്രുവ മഹാരാജാവേ, തേ നിന്നിൽ അസ്മി ഞാൻ പരിതുഷ്ട വളരെ സംതൃപ്തനായിരിക്കുന്നു, വളരെ സന്തോഷവാനായിരിക്കുന്നു, നിന്നിൽ ഞാൻ സന്തോഷവാനായിരിക്കുന്നു. യഹ, എന്താണ് അതിന് കാരണം? ത്വം നീ പിതാമഹ ആദേശാത്, നിന്റെ പിതാമഹൻ പറഞ്ഞു തന്ന ഉപദേശത്തെ നീ സ്വീകരിച്ചു. വൈരം, നിന്റെ ഉള്ളിലെ കോപത്തെ, ദുസ്ത്യജം, അതായത് മറികടക്കാൻ ഇല്ലാതാക്കാൻ വളരെ പ്രയാസമേറിയ ആ കോപത്തെ നീ അത്യജഹ ഉപേക്ഷിച്ചു. അതുകൊണ്ട് നിന്നിൽ ഞാൻ വളരെ സംതൃപ്തനായി സംപ്രീതനായിരിക്കുന്നു എന്ന് ധ്രുവനോട് പറയാണ്. കാരണം നിന്റെ മുത്തശ്ശൻ ഉപദേശിച്ചപ്പോൾ നിന്റെ സഹോദര സ്നേഹം കൊണ്ടും നിന്റെ അധികാരം കൊണ്ടും ശക്തി കൊണ്ടും ഒക്കെ നീ യുദ്ധം ചെയ്തെങ്കിലും പിന്നീട് ആ ഉപദേശം ശരിയാണെന്ന് മനസ്സിലാക്കിയിട്ട് ആ ഉള്ളിൽ തോന്നിയ കോപത്തെ നീ മറികടന്നില്ലേ, വേണ്ട, ഉപേക്ഷിച്ചില്ലേ. അതത്ര എളുപ്പമല്ല ആ കോപത്തെ ഉപേക്ഷിക്കുക എന്ന് പറയുന്നത്. ഉള്ളിൽ തോന്നിയ ആ വൈരാഗ്യം, കോപം, അതിനെ തിരിച്ചടി കൊടുക്കാതെ ആർക്കും അത്, ഒരു സാധാരണക്കാരായ ആളുകൾക്ക് അത്ര പെട്ടെന്നൊന്നും ആ മനസ്സിലെ കോപത്തെ, ദേഷ്യത്തെ, ശത്രുതയെ ഇല്ലാതാക്കാൻ സാധിക്കില്ല. പക്ഷെ ഒരൊറ്റ ഉപദേശം കൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ ആ കോപത്തെ നീ ഇല്ലാതാക്കി, ഉപേക്ഷിച്ചു. അതുകൊണ്ട് നിന്നിൽ ഞാൻ വളരെ സന്തോഷവാനായിരിക്കുന്നു. ഇനി അത് പറഞ്ഞിട്ട് ഇനി കുബേരൻ, ഭഗവാൻ കുബേരൻ ധ്രുവനെ അദ്ദേഹത്തിൻ്റെ അറിവ് വെച്ച് ആ തലത്തിൽ നിന്നുകൊണ്ട് ഒന്ന് ഉപദേശിക്കുന്നതാണ് ഇനി കാണുന്നത്. ശ്ലോകം 3. ന ഭവാൻ അവധീത് യക്ഷാൻ ന യക്ഷ ഭ്രാതരം തവ കാലയേവ ഹി ഭൂതാനാം പ്രഭുഹു അപ്യയ ഭാവയോഹോ. പറയാണ്, ഭവാൻ, അങ്ങ്, നീ, യക്ഷാൻ, ഒരു യക്ഷന്മാരെയും ന അവധീത് വധിച്ചിട്ടില്ല. അവധീത് വധിക്കുക, ന അവധീത് വധിച്ചിട്ടില്ല. നീ ഒരു യക്ഷന്മാരെയും ഇവിടെ വധിച്ചിട്ടില്ല. ഇനി യക്ഷന്മാർ ഭ്രാതരം, നിന്റെ സഹോദരനെയും ന എന്ന് വെച്ചാൽ അതിൻ്റെ കൂടെ അവധീത് കൂട്ടുക, അതായത് വധിച്ചിട്ടില്ല. ഇവിടെ നിന്റെ സഹോദരനെ യക്ഷന്മാരും വധിച്ചിട്ടില്ല, നീ ഒരു യക്ഷന്മാരെയും ഇവിടെ വധിച്ചിട്ടില്ല. എന്നിട്ട് സംഭവിച്ചത് എന്താണെന്ന് പറയുകയാണ്. കാല ഏവഹി, കാലമെന്ന് പേരുള്ള ആ കാലസ്വരൂപനായിരിക്കുന്ന പ്രഭുവും ആ ഭഗവാനാണ് ഭൂതാനാം സർവചരാചരങ്ങളെയും അപ്യയ ഭാവയഹ, ഭാവയഹ എന്ന് വെച്ചാൽ സൃഷ്ടിക്കുന്നതും അപ്യയഹ എന്ന് വെച്ചാൽ സംഹരിക്കുന്നതും. കാലത്തിൻ്റെ രൂപത്തിൽ നിൽക്കുന്ന, കാലസ്വരൂപനായിരിക്കുന്ന, ജനിക്കാനൊരു കാലം, ജീവിക്കാനൊരു കാലം, മരിക്കാനൊരു കാലം, അങ്ങനെ കാലസ്വരൂപനായിട്ടിരിക്കുന്ന, ആ കാലത്തിങ്ങനെ നീങ്ങുന്ന ആ കാലമായിരിക്കുന്ന ആ ഭഗവാൻ തന്നെയാണ് ഓരോ ചരാചരങ്ങളെയും ഇവിടെ ജനിപ്പിക്കുന്നതും സംഹരിപ്പിക്കുന്നതും. അതായത് ഇത് സൃഷ്ടിയും സംഹാരവും നടത്തുന്നത് ഭഗവാനാണ്. ഇവിടെ നിന്റെ സഹോദരനെ യക്ഷനും വധിച്ചിട്ടില്ല, നീ യക്ഷന്മാരെയും വധിച്ചിട്ടില്ല. നമ്മളൊക്കെ വെറും ഭഗവാന്റെ കയ്യിലെ ചരടിനാൽ പ്രവർത്തിക്കുന്ന പാവകൾ മാത്രം, കളിപ്പാവകൾ മാത്രമാണ്. ഇതിനെ ഇങ്ങനെയൊക്കെ ഈ കാര്യങ്ങളൊക്കെ ഇവിടെ നടക്കാനുള്ള ഭൗതികമായ കാരണങ്ങൾ മാത്രമാണ്. ഈ കാരണങ്ങളെയൊക്കെ നടത്തുന്നത് ജനനത്തിനും സംഹാരത്തിനും ജനിക്കാനും അവസാനിക്കാനും കാലസ്വരൂപനായിരിക്കുന്ന ഭഗവാൻ തന്നെയാണ് നിശ്ചയിക്കുന്നത്, അത് ചെയ്യുന്നത് എന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. ശ്ലോകം 4. അഹം ത്വം ഇതി അപാർത്തു ധി, അപാർത്ത ധി അജ്ഞാനാത് പുരുഷസ്യ ഹി സ്വാപ്നി ഇവ അഭാതി അദത് ധ്യാനാത്, ധ്യാനാത് യയാ ബന്ധ വിപര്യയൗ. അഹം ത്വം ഇതി അപാർത്ഥാധി അജ്ഞാനാത് പുരുഷസ്യ ഹി സ്വാപ്നി ഇവ ആഭാതി അദത് ധ്യാനാത് യയാ ബന്ധ വിപര്യയൗ. എന്താ പറയണെന്നോ? അജ്ഞാനാത് പുരുഷസ്യ ഹി,
തീർച്ചയായിട്ടും അജ്ഞാനിയായിട്ടുള്ള ഒരു മനുഷ്യന് അഹം ഞാൻ, ത്വം നീ, ഇവ ഇപ്രകാരമുള്ള അപാർത്ഥ തെറ്റായിട്ടുള്ള ബുദ്ധിയാണ് പ്രവർത്തിക്കുന്നത്. അറിവില്ലായ്മ, അജ്ഞാനത്തിലിരിക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഇത് ഞാനാണ്, അത് നീയാണ് എന്നിങ്ങനെയുള്ള തെറ്റായിട്ടുള്ള ഒരു ബുദ്ധിയാണ് അവനിൽ, അജ്ഞാനത്തിലിരിക്കുന്നത് കൊണ്ട് അവനിൽ വരുന്നത്. ഇത് സ്വാപ്നി ഇവ സ്വപ്നം കാണുന്നത് പോലെയാണ് അഭാതി കാണപ്പെടുന്നത്. യഥാർത്ഥത്തിൽ ഈ ഞാനായിട്ട് തോന്നുന്ന ഈ ശരീരവും നീയായിട്ട് തോന്നുന്ന ഈ ശരീരവും ഇതൊക്കെ നമ്മൾ ഉറക്കത്തിൽ കാണുന്ന സ്വപ്നം പോലെ കാണപ്പെടുന്നതാണ്. അതായത് ഇത് മായയാണ്, യഥാർത്ഥമല്ല. അധധ്യാനാത് തെറ്റായ ഒരു എന്നുവെച്ചാൽ തെറ്റായിട്ടുള്ള ഒരു ധാരണ, അതായത് ഈ ശരീരമാണ് ഞാൻ, ആ ശരീരമാണ് നീ എന്നുള്ള തെറ്റായ ധാരണ, യയൗ അതിൽ നിന്നു ബന്ധങ്ങൾ വിപര്യയൗ എന്ന് വെച്ചാൽ ദുഃഖങ്ങളും ഉണ്ടാകുന്നു. അജ്ഞാനിയായിരിക്കുന്ന ഒരു മനുഷ്യന് ഇത് ഞാനാണ്, അത് നീയാണ് എന്ന് തോന്നുന്നത് ആ ഒരു തെറ്റായ ധാരണയിൽ നിന്നാണ്. ഈ കാണുന്ന ശരീരമാണ് ഞാൻ, ആ കാണുന്ന ശരീരമാണ് നീ എന്ന് ധരിക്കുമ്പോൾ ഇത് ഞാനാണ്, ഇത് നീയാണ് എന്ന് തോന്നുന്നു. ആ തോന്നല് യഥാർത്ഥത്തിൽ ഒരു സ്വപ്നം കാണുന്നത് പോലെയാണ്, അത് യഥാർത്ഥമല്ല. സ്വപ്നത്തിൽ കണ്ട് ഉറക്കമുണർന്ന് രാവിലെ എഴുന്നേൽക്കുമ്പോൾ കണ്ടത് യഥാർത്ഥമല്ല എന്ന് നമുക്ക് മനസ്സിലാവും. ബോധത്തിലേക്ക് വരുമ്പോൾ കണ്ടത് യഥാർത്ഥത്തിൽ സംഭവിച്ചതല്ല, സ്വപ്നമാണ് എന്ന് മനസ്സിലാകുന്നത് പോലെ ജനിച്ചു മരിക്കുന്നതിനിടയിൽ നടക്കുന്ന യഥാർത്ഥമല്ലാത്ത സംഭവമാണ് ഈ ലോകം. അപ്പം ജനിച്ചു കഴിഞ്ഞാൽ സ്വപ്നത്തിലേക്ക് പോയതുപോലെയാ, മരിക്കുന്നതോടുകൂടി ഉണർന്ന് എഴുന്നേൽക്കുന്നത് പോലെയാ. അപ്പോൾ ആ ജനിച്ചിങ്ങടെ അമ്മയുടെ ഗർഭത്തിലേക്ക് വന്ന് പ്രസവിച്ച് പുറത്തേക്ക് വരുന്നതോട് കൂടിയിട്ട് ഒരാൾ നമ്മളിങ്ങനെ ഉറങ്ങിപ്പോണ പോലെയാണ്. അതായത് പിന്നെ ആ ഉറക്കത്തിൽ കാണുന്ന സ്വപ്നം പോലെ ഒരു സ്വപ്നം കാണാൻ തുടങ്ങി നമ്മൾ, യഥാർത്ഥമല്ലാത്തൊരു സ്വപ്നം. പിന്നെ മരിക്കുന്നതോടുകൂടിയാണ് നമ്മൾ ആ സ്വപ്നത്തിൽ നിന്ന് ഉണരുന്നത്, രാവിലെ ഉണരുന്നത്. അപ്പോഴാണ് ഇതുവരെ കണ്ടതൊക്കെ യഥാർത്ഥമായിരുന്നില്ല, ആ ശരീരം ഞാനല്ല എന്ന് മനസ്സിലാവുന്നത്. അപ്പോഴും ബോധത്തിലിരിക്കണ ഞാൻ അവിടെ ഉണ്ട്, ശരീരത്തിൻ്റെ ഉടമയായിരിക്കണ ഞാനുണ്ട്, ശരീരമില്ല എന്നേ ഉള്ളൂ. അപ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇത് ശരീരമല്ലായിരുന്നു ഞാനെന്ന്. അപ്പോൾ മനസ്സിലാക്കി എന്താ കാര്യം, ശരീരത്തിൽ ഇരിക്കുമ്പോഴാണ് അത് മനസ്സിലാക്കേണ്ടത്. മനസ്സിലായോ? അപ്പോൾ അതാണ് അവിടെ പറയുന്നത്, അതൊരു സ്വപ്നം കാണുന്നത് പോലെയാണ്. അത് ശരീരമാണ് ഞാൻ എന്ന ആ ഒരു തെറ്റായ ധാരണ, ആ ധാരണയിൽ നിന്ന് എന്താ സംഭവിക്കുക, അപ്പോൾ ഇത് ഞാനാണെങ്കിൽ എൻ്റെ അച്ഛൻ, എൻ്റെ അമ്മ, എൻ്റെ ബന്ധുമിത്രാദികൾ ആ തോന്നലിൽ നിന്നും അവരോടുള്ള മമതയിൽ നിന്ന് വിപര്യവും ദുഃഖവും ആരംഭിക്കുകയായി. ഇപ്പോൾ ധ്രുവൻ ഈ സംഭവിച്ചത് സഹോദരനോടുള്ള സ്നേഹമാണ്. ആ ബന്ധം, അവൻ എൻ്റെ സഹോദരനാണെന്നുള്ള ബന്ധം, ഇത് ഞാനാണ്, ഈ ശരീരം ഞാനാണെന്ന് വിചാരിച്ചപ്പോൾ അവൻ എൻ്റെ സഹോദരനായി. അപ്പോൾ അവനോടുള്ള സ്നേഹബന്ധം വന്നു, അത് അവൻ്റെ കോപത്തിനും ദുഃഖത്തിനും കാരണമായി. ഇതൊരു മിഥ്യാസങ്കല്പമാണ്. ഭഗവാൻ ഭാവന ചെയ്യുന്നതിനനുസരിച്ച്, പ്രകൃതിയുടെ ചലനങ്ങൾക്കനുസരിച്ച്, ആ മായയിലെ സത്വരജതമോ ഗുണങ്ങളുടെ ചലനത്തിനനുസരിച്ച് കാണപ്പെടുന്ന ഒരു സങ്കല്പം മാത്രമാണ്, യഥാർത്ഥമല്ലാത്ത ഒരു സങ്കല്പം മാത്രമാണ് ഈ പ്രപഞ്ചം എന്ന് പറയുന്നത്. അത് ഈ ശരീരത്തിൽ നിന്ന് പുറത്ത് കടന്ന് സൂക്ഷ്മ ശരീരാവസ്ഥയിൽ ഇരിക്കുമ്പോഴാണ് അയ്യോ ഈ ശരീരം ഞാനായിരുന്നില്ല അല്ലേ, ഞാനിപ്പോഴും ഇവിടെ ഉണ്ട് അല്ലേ എന്ന് തിരിച്ചറിയുന്നത്. അതായത് മരണത്തിന് ശേഷമാണ് ആ അവസ്ഥയെ അറിയുന്നത് എന്നർത്ഥം. അപ്പോൾ അത് ആണ് പറഞ്ഞു കൊടുക്കുന്നത്, അതൊരു സ്വപ്നം കാണുന്നത് പോലെയാണ്. ശ്ലോകം 5. തത് ഗച്ഛ ധ്രുവ ഭദ്രം തേ ഭഗവന്തം അധോക്ഷജം സർവഭൂത ആത്മഭാവേന സർവഭൂത ആത്മവിഗ്രഹം. ഈ ശ്ലോകം ഇവിടെ അവസാനിക്കുന്നില്ല, 6ാമത്തെ ശ്ലോകം കൂടി പൂർത്തിയാക്കാം. ഭജസ്വ ഭജനീയാം അംഗ്രി അഭവായ ഭവച്ഛിദം യുക്തം വിരഹിതം ശക്ത്യാ ഗുണമയ്യ ആത്മമായയാ. തത് ആയതിനാൽ ധ്രുവ അല്ലയോ ധ്രുവനെ, ഗച്ഛ നീ തിരിച്ചു പൊക്കോളൂ, നിന്റെ കൊട്ടാരത്തിലേക്ക്, നിന്റെ നഗരത്തിലേക്ക് തിരിച്ചു പോവുക. തേ ഭദ്രം നിനക്ക് സർവമംഗളങ്ങളും സൗഭാഗ്യങ്ങളും സംഭവിക്കട്ടെ. എന്നിട്ട് ഇനി നീ അവിടെ ചെന്നിട്ട് എന്താണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കൊടുക്കാൻ കേട്ടാ. ഭഗവന്തം അധോക്ഷജം,
ഇന്ദ്രിയങ്ങൾ കൊണ്ട് അനുഭവിച്ചറിയാൻ കഴിയാത്ത ആ ഭഗവാനെ എന്ന് വെച്ചാൽ എന്താ അർത്ഥം? ഒരു വിഗ്രഹ രൂപത്തിൽ കണ്ണുകൊണ്ട് കാണാൻ കഴിയുന്ന രൂപത്തിന് അപ്പുറത്തായിട്ടുള്ള നിർഗുണ പരബ്രഹ്മം, അതായത് രൂപമില്ലാത്ത ഭഗവാനെ, സർവചരാചരങ്ങളിലും ആത്മാവായിരിക്കുന്ന ഭഗവാനെ, അതാണ് പറയുന്നത് സർവഭൂത ആത്മവിഗ്രഹം, സർവചരാചരങ്ങളുടെയും ഉള്ളിൽ ആത്മാവായി ഇരിക്കുന്ന ആ ഭഗവാനെ, ഇന്ദ്രിയങ്ങൾ കൊണ്ട് അനുഭവിച്ചറിയാൻ കഴിയാത്ത ആ ഭഗവാനെ, ഭജനീയ അംഗ്രി, അതായത് പൂജിക്കാൻ ആരാധിക്കപ്പെടേണ്ടതായ പാതാരവിന്ദങ്ങളോടുകൂടിയ ഭഗവാനെ. ഇനി ഭവച്ഛിതം, ഈ ഭൗതികമായ കുരുക്കിൽ നിന്നും നമ്മളെ പുറത്തേക്കെടുക്കാൻ, അതിൻ്റെ കുരുക്ക് കെട്ടഴിക്കാനായി, ഭൗതിക കുരുക്കിൻ്റെ കെട്ടഴിക്കാൻ കഴിവുള്ള ഭഗവാനെ. അഭവായ, ഈ ഒരു ഭൂമിയിലുള്ള ജനിച്ചും മരിച്ചും ഉള്ള ഈ ഒരു കുരുക്കുണ്ടല്ലോ, അതിൽ നിന്നും മോചനം നേടാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഈ കുരുക്കിൻ്റെ കെട്ടഴിക്കാൻ കഴിവുള്ള ആ ഭഗവാനെ, ആരാധിക്കപ്പെടാൻ അർഹതയുള്ള, ആരാധിക്കപ്പെടേണ്ടതായ പാതാരവിന്ദങ്ങളോടുകൂടിയ ആ ഭഗവാനെ ഭജസ്വ, നീ ചെന്ന് ആരാധിക്കൂ. യുക്തം വിരഹിതം ശക്തിയ ഗുണമയ്യ ആത്മമായയ, ഗുണമയ്യ ആ പ്രകൃതിയുടെ ത്രിഗുണങ്ങളാകുന്ന ആത്മമായയ, തൻ്റെ തന്നെ പ്രകൃതിയുടെ ത്രിഗുണങ്ങളാകുന്ന തൻ്റെ തന്നെ മായാശക്തി കൊണ്ട്, രൂപ പെട്ടെന്ന് എക്സിറ്റ് ആവരുത്, ഒരു കാര്യം പറയാനുണ്ട് കേട്ടോ. അപ്പോൾ പ്രകൃതിയുടെ ത്രിഗുണങ്ങളാകുന്ന തൻ്റെ തന്നെ ആ മായാശക്തിയെ, ആ ശക്തിയോട് യുക്തമാവുക എന്ന് വെച്ചാൽ ചേർന്നിരിക്കുക. കാരണം ഭഗവാനിൽ നിന്ന് തന്നെയാണ് മായ ഉണർന്നത്. അപ്പം ഈ ശക്തിയോട്, മായയാകുന്ന ആ ശക്തിയോട് ചേർന്നിരിക്കുന്നു ഭഗവാൻ. എങ്കിലും വിരഹിതം, മായയിൽ പെട്ടുപോകുന്നില്ല, അതായത് മായയുടെ കലർപ്പില്ലാതെ നിൽക്കുന്നവനാണ് ഭഗവാൻ എന്ന്. അപ്പോൾ എന്താ പറഞ്ഞത്? ആയതിനാൽ ധ്രുവ മഹാരാജാവേ, അങ്ങ് എത്രയും പെട്ടെന്ന് അങ്ങയുടെ നഗരത്തിലേക്ക് തിരിച്ചു പോവുക, അങ്ങേക്ക് എല്ലാ മംഗളങ്ങളും ഉണ്ടാവട്ടെ. അങ്ങ് അവിടെ ചെന്നിട്ട് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, സർവചരാചരങ്ങളുടെയും ഉള്ളിൽ ആത്മാവായിരിക്കുന്ന ഈശ്വരനെ, അതായത് ഇന്ദ്രിയങ്ങൾ കൊണ്ട് അനുഭവിച്ചറിയാൻ കഴിയാത്ത ആ ഭഗവാനെ, അതുപോലെ ആരാധിക്കപ്പെടേണ്ട പാതാരവിന്ദങ്ങളോടുകൂടിയ ആ ഭഗവാനെ, ഏതൊരു മനുഷ്യനെയും ഈ ഭൗതികമാകുന്ന കുരുക്കിൻ്റെ കെട്ടഴിച്ചു കൊടുക്കാൻ കഴിവുള്ള ആ ഭഗവാനെ, അതുപോലെ തൻ്റെ തന്നെ മായാശക്തിയോട് ചേർന്നിരിക്കുന്നുണ്ടെങ്കിൽ പോലും മായയുടെ കലർപ്പില്ലാതിരിക്കുന്ന, വിരഹിതം കലർപ്പില്ലാതിരിക്കുന്ന ഭഗവാനെ, അഭവായ, ഈ ഭൗതികമായ ജനന മരണ കുരുക്കിൽ നിന്നും രക്ഷപ്പെടാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നീ എന്താ ചെയ്യേണ്ടതെന്നാ? സർവഭൂത ആത്മഭാവേന പറഞ്ഞു കൊടുത്തത് എന്താ? സർവജീവസത്തകളെയും സർവചരാചരങ്ങളെയും ആത്മഭാവത്തിൽ, ആത്മാവായി കണ്ടുകൊണ്ട്, ഒന്നായി കണ്ടുകൊണ്ട് ആ ഭഗവാനെ നീ ഭജസ്വ, പോയി ആരാധിക്കൂ. നിനക്ക് ആ ഭഗവാനിലേക്ക് തന്നെ ലയിച്ചു ചേരാൻ സാധിക്കും. അതിന് നീ ചെയ്യേണ്ടത് നിൻ്റെ മനോതലം മാറ്റുക എന്നുള്ളതാണ്. കണ്ടോ, വിഗ്രഹാരാധന എന്ന് പറയുമ്പോൾ ഭഗവാനെ ഒരു രൂപത്തിൽ ആരാധിക്കുക. അപ്പോൾ അവിടെ ഭഗവാൻ വേറെ, ഞാൻ വേറെ, രണ്ട് രൂപങ്ങൾ എന്ന തലം വരും. അപ്പോൾ ഇന്ദ്രിയങ്ങൾക്ക് അതീതനായിരിക്കുന്ന, അതുപോലെ സർവചരാചരങ്ങളുടെ ഉള്ളിലും ആത്മാവായിരിക്കുന്ന, ആരാധിക്കപ്പെടേണ്ട പാതാരവിന്ദങ്ങളോട് കൂടിയ, നമ്മളെ ആ ഭൗതികമായ ലൗകികതയുടെ കുരുക്കിൻ്റെ കെട്ടഴിച്ചു വിടാൻ കഴിവുള്ള ഭഗവാനെ, തൻ്റെ തന്നെ മായാശക്തി കൊണ്ട് ഈ പ്രപഞ്ചമാകുന്ന ലൗകികതയെ സൃഷ്ടിച്ചിട്ട് ആ മായയോട് ചേർന്നിരുന്ന് എന്നാൽ മായയുടെ കലർപ്പില്ലാതിരിക്കുന്ന ആ ഭഗവാനെ നീ ആരാധിക്കേണ്ടത് ഏതൊരു മനസ്സോടു കൂടിയ? സർവചരാചരങ്ങളെയും ഉള്ളിലും ആ ഭഗവാനെ കണ്ടുകൊണ്ട്, എല്ലാത്തിൻ്റെ ഉള്ളിലും ആ ഭഗവാനെ കണ്ടുകൊണ്ട് നീ ആരാധിക്കൂ എന്ന് കുബേരൻ ധ്രുവനോട് പറഞ്ഞു കൊടുക്കുകയാണ്. ശ്ലോകം 7. വൃണീഹി കാമം നൃപ യത് മനോഗതം മത്ത ത്വം ഔതാനപാദേ അവിശങ്കിതഃ വരം വര അർഹഃ അംബുജനാഭപാദയോഃ അനന്തരം ത്വാം വയം അംഗ ശുശ്രൂമ. എന്താണോ പറഞ്ഞത്? വൃണീഹി, ദയവായി ചോദിച്ചോളൂ, കാമം, ആഗ്രഹിക്കുന്നത്, നൃപ, അല്ലയോ ധ്രുവ മഹാരാജാവേ, യത് മനോഗതം, അങ്ങയുടെ മനസ്സിൽ എന്തെങ്കിലും ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ അതെന്നോട് ചോദിച്ചോളൂ, മത്ത, എന്നോട്,
ത്വം അങ്ങയുടെ ത്വം എന്ന് വെച്ചാൽ അങ്ങയുടെ മനസ്സിൽ എന്തെങ്കിലും ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ അത് അങ്ങ് എന്നോട് ചോദിച്ചോളൂ. ഉത്താനപാദ മഹാരാജാവിൻ്റെ പുത്രനായ ധ്രുവ അവിശങ്കിത, അതിൽ ഒട്ടും ശങ്ക വേണ്ട, നീ സംശയിക്കണ്ട, എന്താണോ നിന്റെ മനസ്സിലെ ആഗ്രഹം അത് നീ എന്നോട് ചോദിച്ചോളൂ. വരം, ആ വരം ഞാൻ നിനക്ക് നൽകാം. വരം ഒരു ശങ്കയുമില്ലാതെ വരത്തെ ചോദിച്ചു കൊള്ളുക. വരം അർഹ, വരം ചോദിക്കാൻ നീ അർഹനാണ്. കാരണം അല്ലയോ ധ്രുവകുമാര, അംബുജനാഭപാദയോഹോ, ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെ പാതാരവിന്ദങ്ങളിൽ അനന്തരം, അതായത് എപ്പോഴും അതിൻ്റെ അടുത്ത് സ്ഥിതി ചെയ്തവനാണ് നീ എന്ന്, ത്വാം അങ്ങ് എന്ന്, വയം ഞങ്ങൾ, ശുശ്രൂമ കേട്ടിരിക്കുന്നു എന്ന്. അപ്പോൾ കുബേരൻ പറയാണ്, ദയവായി ചോദിച്ചുകൊള്ളൂ ധ്രുവനി, നിനക്ക് ഇഷ്ടപ്പെട്ട നിന്റെ മനസ്സിലുള്ള ആഗ്രഹം എന്താണോ അത് നീ ചോദിച്ചുകൊള്ളൂ, എന്നോട് ചോദിച്ചുകൊള്ളൂ. ഒരു സംശയവും വേണ്ട, അത് നിനക്ക് വരമായി ഞാൻ നൽകും. കാരണം ഞാൻ കേട്ടിട്ടുണ്ട്, ഈ യക്ഷന്മാർ കേട്ടിട്ടുണ്ട്, അങ്ങ് ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെ പാദങ്ങളുടെ അടുത്ത് വരെ, ആ പാതാരവിന്ദങ്ങളുടെ അടുത്ത് സ്ഥിതി ചെയ്തിട്ടുണ്ട്, തപസ് ചെയ്ത് അങ്ങ് അവിടം വരെ എത്തിയിട്ടുണ്ട് എന്ന് ഞങ്ങൾ കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വരം നേടാൻ അങ്ങ് അർഹനാണ് എന്നാണ് ഇവിടെ കുബേരൻ പറഞ്ഞത്. ശ്ലോകം 8. മൈത്രേയ ഉവാച സ രാജരാജേന വരായ ചോദിതഃ ധ്രുവഃ മഹാഭാഗവതഃ മഹാമതിഃ ഹരൗ സഹ വവ്രേ അചലിതാം സ്മൃതി യയാ തരതി അയത്നേന ദുരത്യയം തമഃ. സഹ ആ രാജരാജേന കുബേരനാൽ വരായ വരത്തിനായി ചോദിക്കപ്പെട്ടപ്പോൾ സഹധ്രുവ ആ ധ്രുവകുമാരൻ മഹാഭാഗവത മഹാഭക്തനും മഹാമതിഹി നല്ല ബുദ്ധിയുള്ളവനുമായ ആ ധ്രുവൻ ഹരൗ സഹ ആ ധ്രുവനാകട്ടെ ഹരൗ വവ്രേ അതായത് ഭഗവാനിൽ വവ്രേ എന്ന് വെച്ചാൽ വേണമെന്ന്, അചലിതാം സ്മൃതി അചഞ്ചലമായ സ്മരണ, ഭഗവാനെ കുറിച്ച് ഭഗവാനിലുള്ള അചഞ്ചലമായ ഒരിക്കലും വ്യതിചലിക്കാത്ത സ്മരണ അത് തനിക്കുണ്ടാകണമെന്ന് വരമായി ചോദിച്ചു. യയാ കാരണം അത് ലഭിച്ചാൽ തരണം ചെയ്യാൻ സാധിക്കും, അയത്നേന അനായാസം ഒരു ബുദ്ധിമുട്ടും കൂടാതെ, ദുരത്യയം മറികടക്കാൻ അത്രയധികം ബുദ്ധിമുട്ടുള്ള തമസഹ ആ അജ്ഞാനത്തെ മറികടക്കാൻ സാധിക്കും. അതാണ് പറഞ്ഞത്. അപ്പൊ ധ്രുവൻ ചോദിച്ച വരം അതായിരുന്നു. ആ ഭഗവാനിലുള്ള അചഞ്ചലമായ സ്മരണ ഭക്തി അതാണ് തനിക്ക് ഉണ്ടാവേണ്ടത്. കാരണം അതൊന്നുകൊണ്ട് മാത്രം ഈ ഒരു മറികടക്കാൻ അത്യധികം പ്രയാസമേറിയ ആ മായയുടെ ആവരണം ഉണ്ടല്ലോ, ആ തമസ് അറിവില്ല അജ്ഞാനത്തിന്റെ അന്ധകാരത്തെ നിഷ്പ്രയാസം തരണം ചെയ്യാൻ എനിക്ക് സാധിക്കുമെന്ന് ധ്രുവൻ ഇപ്പോൾ മനസ്സിലാക്കി. അപ്പോൾ ആ ഒരു സമർപ്പിതമായ മനസ്സ്, ആ ഒരു നിത്യമായ അചഞ്ചലമായ സ്മരണ ഭഗവാനിൽ എന്നും തന്നിൽ ഉണ്ടാവണേ, അതാണ് വരമായി വേണമെന്ന് ധ്രുവൻ ആവശ്യപ്പെട്ടത്. തസ്യ പ്രീതേന മനസാ താം ദത്വാ ഐഡവിഡ തതഃ പശ്യതഃ അന്തർദദേ സഹ അഭി സ്വപുരം പ്രത്യപദ്യതഃ. തസ്യ ആ ധ്രുവൻ പ്രീതേന സന്തോഷം നിറഞ്ഞ മനസ്സോടെ താം ദത്വ ആ വരത്തെ കൊടുത്ത് ഐഡവിഡഹ കുബേരൻ തതഃ അനന്തരം. അപ്പോൾ അനന്തരം കുബേരൻ ധ്രുവനിൽ സംപ്രീതനായിട്ട് ധ്രുവൻ സന്തോഷം നിറഞ്ഞ മനസ്സോടെ ധ്രുവൻ ആഗ്രഹിച്ച ആ വരത്തെ താം ദത്വ എന്ന് വെച്ചാൽ ആ വരത്തെ കൊടുത്തിട്ട് പശ്യതഃ ആ ധ്രുവൻ നോക്കി നിൽക്കെ അന്തർദദേ കുബേരൻ അവിടെ നിന്ന് അന്തർദാനം ചെയ്തു. സഹ അഭി ആ ധ്രുവനാകട്ടെ സ്വപുരം സ്വന്തം നഗരത്തിലേക്ക് പ്രതിപത്യതഃ മടങ്ങി പോവുകയും ചെയ്തു. ശ്ലോകം 10. അധ അയജത യജ്ഞ ഈശം കൃതുഭിഃ ഭൂരി ദക്ഷിണൈഃ ദ്രവ്യക്രിയാ ദേവതാനാം കർമ്മ ഫലപ്രദം. അതായത് കർമ്മഫലപ്രദം, കർമ്മത്തെയും കർമ്മഫലത്തെയും പ്രദം നൽകുന്ന ആ ഭഗവാനെ അഥാ പിന്നീട് ആ ധ്രുവൻ അയജത ധ്യാനിച്ചു, യജ്ഞ ഈശം യജ്ഞേശ്വരനായ ഭഗവാനെ, ക്രതുഭിഹി ഭൂരിദക്ഷിണഹി അതായത് യാഗയജ്ഞാദി കർമ്മങ്ങളാൽ വലിയ വലിയ ദാനങ്ങളൊക്കെ നൽകിയിട്ട്, ഭൂരിദക്ഷിണൈഹി എന്ന് വെച്ചാൽ വലിയ വലിയ ദാനങ്ങളൊക്കെ നൽകിയിട്ട്, ദ്രവ്യക്രിയ ദേവദാനാം ദ്രവ്യങ്ങൾ ക്രിയകൾ ദേവതകൾ എന്നിവ
എന്നീ കർമ്മമാർഗത്തിലൂടെ ദ്രവ്യങ്ങൾ ഉപയോഗിച്ച് കർമ്മക്രിയകൾ ചെയ്ത് ദേവതകളെ സംതൃപ്തിപ്പെടുത്തിക്കൊണ്ട് എല്ലാ കർമ്മങ്ങളും എല്ലാവർക്കും അതിന്റെ കർമ്മഫലവും നൽകുന്ന ആ യജ്ഞേശ്വരനായ ഭഗവാനെ തുടർന്നുള്ള കാലം ധ്രുവൻ യാഗയജ്ഞാദി കർമ്മങ്ങളിലൂടെ വളരെ വലിയ ദാനധർമ്മങ്ങളൊക്കെ ചെയ്തുകൊണ്ട് ആരാധിച്ചു പോന്നു. അങ്ങനെ ആരാധിക്കുമ്പോഴും ധ്രുവന്റെ ഉള്ളിലെ ആ പരമാത്മാവായിരിക്കുന്ന നിർഗുണ പരബ്രഹ്മമായിരിക്കുന്ന ആ ഭഗവാനിൽ മനസ്സുറച്ചിരുന്നു. ശ്ലോകം 11. സർവാത്മനി അച്യുതേ അസർവേ തീവ്രൗഘം ഭക്തിം ഉദ്വഹൻ ദദർശാത്മനി ഭൂതേഷു തം ഏവ അവസ്ഥിതം വിഭുഃ. സർവാത്മനി സർവാത്മാവും, അച്യുതേ നാശമില്ലാത്തവനും, അസർവേ ഒരു പരിധിയില്ലാത്തവനുമായ ആ ഭഗവാനിൽ തീവ്രൗഘം ഭക്തി തീവ്രമായ ഭക്തിയെ ഉദ്വഹൻ വളർത്തിക്കൊണ്ടുവരാൻ ധ്രുവന് സാധിച്ചു. അങ്ങനെ ധ്രുവൻ ആത്മനി തന്നിലും ഭൂതേഷു സർവചരാചരങ്ങളിലും തം ഏവം വിഭും അവസ്ഥിതം എന്നാൽ സ്ഥിതി ചെയ്യുന്ന ആ ഭഗവാനെ ദദർശ കണ്ടു എന്ന്. അപ്പോ ധ്രുവൻ യാഗയജ്ഞാദി കർമ്മങ്ങളൊക്കെ നടത്തുന്നുണ്ടെങ്കിൽ കൂടിയും തൻ്റെ ഉള്ളിലും സർവചരാചരങ്ങളുടെ ഉള്ളിലും വസിക്കുന്ന ആ ആത്മാവായിരിക്കുന്ന ഈശ്വരനെ ധ്രുവന് കാണാൻ സാധിച്ചു. ഒരു നാശവുമില്ലാത്ത ഒരു സർവാത്മാവായിരിക്കുന്ന പരിധിയില്ലാത്ത ഭഗവാനിൽ, ആ ആത്മാവായിരിക്കുന്ന ഭഗവാനിൽ ധ്രുവൻ ഭക്തിയെ വളർത്തിയപ്പോൾ തന്നിലും സർവചരാചരങ്ങളിലും ധ്രുവന് ആ ഭഗവാനെ കാണാൻ സാധിച്ചു. ശ്ലോകം 12. തമേവം ശീലസമ്പന്നം ബ്രഹ്മണ്യം ദീനവത്സലം ഗോപ്താരം ധർമ്മസേതൂനാം മേനിരേ പിതരം പ്രജഹ. തമേവം ആ ധ്രുവനെ ശീലസമ്പന്നം, അങ്ങനെ ജീവിച്ചപ്പോൾ ധ്രുവന്റെ ശീലം ഗുണശീലം ഉള്ളവനായി, സമ്പന്നമായ ഗുണങ്ങളോട് കൂടിയ ശീലമുള്ളവനായി, ബ്രഹ്മണ്യം ബ്രഹ്മത്തെ അറിഞ്ഞ ബ്രാഹ്മണരെ ആദരിക്കുന്നവനായി മാറി ധ്രുവൻ. ദീനവത്സലം പാവപ്പെട്ടവരോട് ദയയുള്ളവനായി, ഗോപ്താരം ധർമ്മസേതൂനാം ധാർമ്മിക മൂല്യങ്ങളുടെ ഗോപ്താരം സംരക്ഷകനായി മാറി ആ ധ്രുവൻ. അങ്ങനെ ആയി തീർന്നപ്പോൾ പ്രജഹ സർവജനങ്ങളും ആ ധ്രുവനെ പിതരം അവരുടെ പിതാവായിട്ട് മേനിരെ കരുതി കണ്ടു എന്ന്. ധ്രുവൻ ആ ഭഗവാനിലും തന്നിലും സർവചരാചരങ്ങളിലും ഭഗവാനെ കാണാൻ തുടങ്ങിയപ്പോൾ ആ ദ്വൈതത്തിൽ നിന്നും വിട്ടു അദ്വൈതത്തിലേക്ക് കടന്നു. അപ്പൊ ദ്വൈതഭാവം ഇല്ലാത്ത അവസ്ഥ വന്നപ്പോൾ, എല്ലാം ഒരേപോലെ എന്ന് വന്നപ്പോൾ ധ്രുവന്റെ ശീലം സമ്പന്നമായ ശീലമായി. ബ്രഹ്മത്തെ അറിഞ്ഞ ബ്രാഹ്മണരെ ബഹുമാനിച്ചു, പാവപ്പെട്ടവരോട് ദയ ഉള്ളവനായി മാറി, ധാർമ്മിക മൂല്യങ്ങളുടെ സംരക്ഷകനായി മാറുകയും ചെയ്തപ്പോൾ ആ ധ്രുവനെ ജനങ്ങളെല്ലാം പ്രജകളെല്ലാം അവരുടെ സംരക്ഷകനായ പിതാവായി കണ്ടു എന്നാണ് ഇവിടെ പറയുന്നത്.